അയഡിനും തൈറോയിഡും തമ്മിൽ എപ്പോഴും ഒരു ബന്ധം ഉണ്ടായിരിക്കുമല്ലോ, അതെങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റുക? ശരിക്കും നമ്മൾ നേരത്തെ ഹാഷ്മോട്ടോ എന്തുകൊണ്ട് കൂടുന്നു എന്ന് പറഞ്ഞല്ലെങ്കിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് അയഡിൻ്റെ കാര്യം. ശരിക്കും അയഡിൻ നമ്മുടെ തൈറോയിഡിന് ആവശ്യമുള്ള ഒരു മിനറൽ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഒരു ഗവൺമെൻറ് പോളിസിയുടെ ഭാഗമായിട്ട് അയഡൈസ്ഡ് സോൾട്ട് ഭയങ്കര കമ്പൽസറി ആക്കുകയും അല്ലേ, നമ്മളെല്ലാവരും ഇപ്പോൾ അയഡൈസ്ഡ് സോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മളെ പോലെ കോസ്റ്റൽ ബെൽറ്റിലുള്ളവർക്ക് ഇത്രയും അയഡിൻ സപ്ലിമെൻ്റ് ആയിട്ട് കിട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത്രയും ഹൈ അയഡിൻ നമ്മുടെ ബോഡിയിലേക്ക് എത്തിയപ്പോൾ ഇത് ടോക്സിറ്റി എഫക്റ്റിലാണ് നമ്മുടെ ബോഡിയിൽ ഇത് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സസ് അയഡിൻ ടോക്സിസിറ്റി ഉണ്ടാക്കുകയും ഇത് തൈറോയ്ഡ് സെൽസിൻ്റെ ഡിസ്ട്രക്ഷന് കാരണമാവുകയും ഹാഷിമോട്ടോ പോലുള്ള ഡിസീസസ് കൂടുതലാവാനും കാരണമായി. അപ്പോൾ നമ്മൾ ശരിക്കും ഹാഷിമോട്ടോ വൺസ് നിങ്ങൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അയഡൈസ്ഡ് സോൾട്ടിൻ്റെ ഉപയോഗം കുറയ്ക്കുകയാണ് വേണ്ടത്. നമ്മൾ ജനറലി എല്ലാവരും അയഡൈസ്ഡ് സോൾട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ഹാഷിമോട്ടോക്കാർ ഇതിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കഴിക്കുന്ന ക്വാണ്ടിറ്റി വളരെ കുറച്ചിട്ട് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ല എങ്കിൽ ഇത് കൂടുതലായിട്ട് വീണ്ടും ഈ പറയുന്ന ഡിസ്ട്രക്ഷൻ സംഭവിക്കുകയും ഹാഷിമോട്ടോ ഇൻക്രീസ് ആവാനും കാരണമാവും.